Hello my dear plant lovers, welcome back to my YouTube channel Nature Diary. എൻ്റെ പേര് വിഘ്നേഷ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർക്കിഡ് പ്ലാന്റ്സ് മേടിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് രീതിയിൽ എങ്ങനെ ശരിയായ വിധേന ഓർക്കിഡ് പ്ലാന്റ് നടാം, അത് നഴ്സറീസിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന പ്ലാന്റുകൾ കറക്റ്റ് പ്രൊസീജിയറിൽ എങ്ങനെ നമുക്ക് നടാം, ഇതിനെയൊക്കെ പറ്റി എല്ലാവർക്കും ഡൗട്ട് കാണും. അത് തൊണ്ടിലാണോ കരിയിലാണോ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നടുന്നത് എല്ലാവർക്കും ഡൗട്ട് കാണും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് നഴ്സറീസിൽ നിന്ന് അല്ലെ ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ഓർക്കിഡ് പ്ലാന്റ്സുകൾ എങ്ങനെ നടാമെന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ചെറിയ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ഓൺ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഓർക്കിഡാണ്. അപ്പം നമ്മൾ ഈ ഓർക്കിഡ് റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പം മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഇതേ കണക്കുള്ളൊരു കുഞ്ഞു പോട്ട് കാണും. അപ്പം ഈ പോട്ടിൻ്റെ ഇത് കണ്ടോ, ഇതിപ്പം ഈ റൂട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് തന്നെ ഈ പോട്ടുമായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയം ഈ പോട്ട് നമ്മൾ വലിച്ചു പിച്ച് കളഞ്ഞാണ്ടല്ലോ ഈ വേര് പൊട്ടി പ്ലാന്റ് പെട്ടെന്ന് ഡ്രൈ ആയി ലീവ്സൊക്കെ മഞ്ഞിച്ച് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യരുത്, പെട്ടെന്ന് വലിച്ചു വെച്ച് കളയരുത്. നമ്മളിത് ഇച്ചിരി നേരം ഞങ്ങൾക്കൊരു മഗ്ഗിനകത്ത് കുറച്ച് വെള്ളം എടുക്കാം. ഞങ്ങൾക്കൊരു മഗ്ഗിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഈ ഒരു പ്ലാന്റ്, അതായത് ഈ ഒരു ഭാഗം ഇച്ചിരി നേരം ഈ വെള്ളത്തിലേക്കൊന്നും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കുതിർന്ന് ഈ ഒരു തൊണ്ട് കുതിർന്ന് ഈ പോട്ടും ഈ പ്ലാന്റും കൂടി ഇന്ന് വേർപെട്ട് വരും. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഊരിയെടുക്കാം. അല്ലാതെ നിങ്ങൾ വലിച്ചു വെച്ച് എടുക്കരുത്. അപ്പോൾ ഇതേ കണക്കൊരു മഗ്ഗി വെള്ളം എടുത്ത് ഇതേ കണക്ക് ഇച്ചിരി നേരം ഒരു 2-3 മിനിറ്റ് ഇതേ കണക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കുതിർന്ന് ആ പോട്ടും പ്ലാന്റും ഇളകി വരും. അതുകൊണ്ട് അങ്ങനെ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇപ്പം ദാണ്ട് ഇത് കണ്ടോ, ഇതിപ്പം വെള്ളത്തിൽ ഇട്ട് ഈ പോട്ടും നല്ല രീതിയിൽ ഇതായി വന്നിട്ടുണ്ട്. ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് ഇളകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പതുക്കെ ഇത് കണക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ, ഇതേ കണക്ക് ഇപ്പോൾ നല്ല സിമ്പിളായിട്ട് ഇത് ഇളകി വന്നിട്ടുണ്ട്. ഇതേ കണക്ക് നമ്മൾ ഇളക്കിയാൽ എളുപ്പം വരും. നമ്മളിനി നെക്സ്റ്റ് സ്റ്റേജ്, അതായത് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇനി എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് നമ്മൾ ഫംഗിസൈഡ് മുക്കും. അതായത് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ എനിക്കൊരു പാത്രത്തിനകത്തൊരു വെള്ളം എടുത്ത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇൻഡോഫില്ലാണ്. ഇൻഡോഫിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡോഫിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഇൻഡോഫിൽ ഞാൻ ഇതേ കണക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ വെള്ളത്തിൽ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമ്മളിനി നെക്സ്റ്റ് സ്റ്റേജിലെന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു ഇൻഡോഫില്ലിലോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഇതിനകത്തുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ് നമ്മൾ ഇതിലേക്കൊന്ന് ഈ ഒരു പ്ലാന്റ് കുറച്ച് നേരത്തേക്കൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ അതാണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് മുക്കി വെച്ചിട്ടിപ്പം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്ര നേരം മുക്കി വെച്ചാൽ മതിയാവും. ഒരുപാട് നേരം മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുള്ള ഈ തൊണ്ട് പീസും കൂടി പീസ് ചെയ്ത് കളയാം. ഇനിയിപ്പം ജൂൺ ജൂലൈ മാസം മഴയല്ലേ വരുന്നത്, അന്നേരം ഈ തൊണ്ട് പീസ് കൂടി ഇരുന്നാൽ ഇൻഫെക്ഷൻ ഉള്ള ചാൻസ് കൂടും. അതുകൊണ്ട് നമുക്കിത് ഇതും കൂടി വെച്ചിട്ട് ഒരുപാട് പീസ് കളയണ്ട, ജസ്റ്റ് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. എല്ലാം കൂടി പീസ് ചെയ്ത് കളയണ്ട, ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇതിനിത് പോട്ട് ചെയ്യുക. കരിയും ഓടും ഇട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ഇതിനി പോട്ട് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഇനി അടുത്ത സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇനി ഇത് പോട്ട് ചെയ്യുക. ഇപ്പം ദാണ്ട് ഇവിടെ ഞാനിപ്പം ഇത് കരിയും ഓടും ഞാൻ ഒന്ന് ഫംഗിസൈഡിലിട്ട് കഴുകി വെച്ചിട്ടുള്ള കേട്ടോ. ഈ കരിയും ഓടും നമ്മളിത് ഈ പ്ലാന്റിനി നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈ പ്ലാന്റിനി നമ്മൾ ഈ കരിയും ഓടും ഇട്ട് പോട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പം ഇത് അധികം നമ്മൾ മൊത്തത്തിൽ ഇത് വെച്ച് മൂടരുത്. നമ്മളിത് വെച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അടുത്തോട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഒരുപാട് കിടന്നൊന്നും ഒലയരുത്. നമ്മൾ ഭയങ്കരമായിട്ടിട്ട് കുഴി ഇട്ട് മൂടിയൊന്നും വെക്കരുത്. അങ്ങനെ വെച്ചാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാടിട്ട് അങ്ങ് മൂടി വെക്കാതെ ഇത് ആടരുത്, അത്രേ ഉള്ളൂ. ഈ പ്ലാന്റ് ഇതിനകത്തിരുന്ന് ആടി ഒലയരുത്. ഇതേ കണക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്ന് കിട്ടിയാൽ മാത്രം മതി. ഒരുപാടങ്ങ് ആടരുത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡെൻഡ്രൂബി ഓർക്കിഡ്സിന്റെ പോട്ടിങ് വീഡിയോ.
അപ്പോൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്റെ കെയറിനെ പറ്റി അറിയണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്റെ കെയറിങ്ങിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവും. ഞാൻ അതിൽ നല്ല രീതിയിൽ വേണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ ഈ ഒരു ഓർക്കിഡിന്റെ എല്ലാ കെയറിങ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ അറിയാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനൊക്കെ തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. നമുക്കിനി അടുത്തൊരു പ്ലാന്റ് കെയർ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.